ക്രോഷ്യ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കുറേ ഇങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ എങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെയൊന്നും ഇതാക്കിയിട്ടില്ല. ഞാനും ഒരു ബിഗിനറാണ്. അപ്പോൾ ബിഗിനറിന് പറഞ്ഞു തരുമ്പോൾ അല്ലേ കുറച്ചുകൂടി മനസ്സിലാവുക. അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഞാനൊരു ത്രെഡാണ് എടുക്കുന്നത്. കുറച്ച് കട്ടിയിലൊരു ത്രെഡാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇത് ഹുക്ക് 4.5 mm ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റിച്ചാണ്. നമ്മൾ ആദ്യം ഈ കൈ എടുക്കുക, ഈ ഒരു സംഭവം ഉണ്ടാവും, ഇതിങ്ങനെ ആക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു റാ എടുക്കുക. ഈ ഒരു റാ എടുത്തിട്ട് ഒരു റാ കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ നടുവ് കൂടെ ഒരു സ്റ്റിച്ച് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. കുറച്ച് നേരം ഉള്ളതാണ്, ഞാനതിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ത്രെഡ് അതിങ്ങനെ മടക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ മടക്കുന്നിടത്ത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിൽ പലതരം സ്റ്റിച്ചസ് ഉണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ കെട്ട് വെറൈറ്റി ആയിട്ട് ഇടണം. ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ വേറെ തന്നെ കെട്ടായിരിക്കും. അപ്പോൾ അത് നോക്കണം. ഇത് ഒരു ബാഗൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റിച്ചാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇപ്പോൾ ബാഗ് ഒന്നും ഉണ്ടാക്കണ്ട. അപ്പം നമ്മളൊരു ബിഗിനറാണ്. ഞാൻ ബാഗ് ഉണ്ടാക്കി, ചെറിയൊരു ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ടൈമൊക്കെയാണ്, അതുകൊണ്ടാണ് ചുവപ്പ് റെഡ് കളറ് ബണ്ട് എടുത്തിട്ട് വന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ കൈ ഇത് ഈ ഒരു പിങ്കി ഫിംഗറിൽ ഇങ്ങനെ കയറ്റുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ആ കെട്ടിൻ്റെ ഈ സ്ഥലമില്ല, ഈ ഒരു അവിടേക്ക് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതേലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ട് ആ ഹുക്കിട്ട് വലിക്കുക. അങ്ങനെ ഇങ്ങനെ തന്നെ പിടിക്കണം. പിന്നെ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ലൂസാക്കിയിട്ട് ചെയ്തോ. അപ്പോൾ ഞാൻ ലൂസാക്കാം. അന്നേരം ഭംഗി എന്ന് പറയുന്നില്ല, പക്ഷേ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് നല്ല ചെറുതാക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇതാ ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് 10 എണ്ണമാണ്. ഇതാ ഇങ്ങനെ ചെയ്യുക ആൻഡ് അത് വലിക്കുക. അപ്പോൾ പിന്നെയും അതേ ഇത് തന്നെ ചെയ്യുക, ഇങ്ങനെ വലിക്കുക, പിന്നെയും. അപ്പോഴത്തേക്കും ഇങ്ങനെ നൂല് അടുത്തടുത്ത് വരും. അപ്പോൾ നമ്മളിങ്ങനെ വിട്ടെടുക്കും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഇതിപ്പം ഒരു ചെയിനായിട്ടുണ്ട്. കുറച്ച് ലൂസാക്കി പിടിച്ചിട്ട് ലൂസ് ചെയ്താലേ നിങ്ങൾക്ക് സെക്കൻഡ് ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഞാൻ തൽക്കാലത്തേക്ക് ലൂസാക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്. ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട സെക്കൻഡ്, അതിൻ്റെ മേലെ കൂടെ ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഈ ബാഗൊക്കെ കുറേ ചെയ്ത് തട്ടായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഒന്നിൻ്റെ മേലെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയും കൂടി പഠിക്കാൻ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. പിന്നെ അതിൻ്റെ വാലേ പഠിക്കണ്ടു, ഇങ്ങനെ ബാഗിൻ്റെ തട്ടത്തെ പിടിക്കുന്ന സ്ഥലത്തെ പിന്നെ പഠിക്കണ്ടു. അപ്പോൾ നമുക്ക് ഇത്ര ചെയ്തില്ലേ. ഇനി ഇത് വേഗം പോകും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട്. ഇതിപ്പോൾ ഈ ഹുക്കൊന്ന് ഊരുക. എന്നിട്ട് നിങ്ങളൊന്ന് വലിക്കുമ്പോഴത്തേക്ക് മാജിക് സ്റ്റിച്ച് അടക്കം ഇങ്ങനെ പോരും. പിന്നെ നിങ്ങളൊരു നല്ല കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ ആ ഒരു സൈഡ് നൂലെടുക്കണ്ട. നിങ്ങൾ വലിച്ചതിൻ്റെ ഇതായി ചെറുതാകും. അപ്പോൾ നിങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാ കാര്യവും ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ഫോട്ടോ ആയിട്ട് അയക്കാൻ കഴിയില്ല. അപ്പോൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയക്കല്ല, ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു ലവ് ഇട്ട് തന്നാൽ മതി. ഓക്കെ, ലൈക്കും ഇടണേ.